പൂർവാഭ്യാസമാണ് അവനെ ലോകത്തിലേക്ക്, ഈ വിഷയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഏത് യോഗം? പരമമായ സത്യത്തിലേക്ക്. യോഗസ്യ എന്ന് പറഞ്ഞാൽ യോഗത്തിന്റെ ജിജ്ഞാസുഹു അഭി, ജിജ്ഞാസു ആയിട്ടുള്ളവൻ പോലും ശബ്ദബ്രഹ്മം എന്ന് പറയുമ്പം പല അർത്ഥങ്ങളാണ് ഈ ശബ്ദത്തിന്. വേദോക്തമായിട്ടുള്ള കർമ്മത്തെ എന്നും, ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ, അതിനെയൊക്കെ ആ കർമ്മഫലത്തെയും കർമ്മത്തെയും അതിവർത്തിക്കുന്നു. അവൻ എന്തു ചെയ്യുന്നു? ആ പരമമായ സത്യവുമായി താദാത്മ്യം പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? പൂർവാഭ്യാസം കൊണ്ട്. അപ്പൊ ഈ അഭ്യാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. അതിന് പകരം നാം ഈ എന്താ പറയുക, ഈ പല മാറ്റങ്ങളും അതും ഇതും ഒക്കെ നടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞാലൊന്നും കാര്യം ശരിയാവില്ല എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഈ കേരളത്തിലുള്ള ആളുകൾക്ക് നമുക്ക് നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഷ്വാങ് ഷുയിങ് ഹോയിങ് ഹുയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങൾ നമ്മുടെ വീട്ടിലിങ്ങനെ അത് അങ്ങോട്ട് വെക്കുക, ഇത് ഇങ്ങോട്ട് വെക്കുക, ഇത് അങ്ങനെ എന്താ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മുടേതാണ്, അത് വേറെ. ഇതിപ്പോ ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കുറെ. ഒരു മുളക്കെട്ട് പോലെ ഒരു ചെടി, അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ നല്ലതാണ്, തവളയെ വെക്കാം, എന്നാ അത് കിട്ടും. ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ ഇറങ്ങുന്ന ഒരുപാട് കടകളുണ്ട്, അവിടെയൊക്കെ നല്ല തിരക്കാണ്. ഇങ്ങനെ നമ്മുടെ സാധനങ്ങൾ തൂങ്ങുന്ന മണി, അത് ഇത് ഒക്കെ ഉണ്ട് ഇപ്പം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ചിലർ വീട്ടിൽ വന്നിട്ട് പറയും ഇതിന്റെ ജനൽ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, എന്നാ പിന്നെ നമ്മൾ അങ്ങനെ തുടങ്ങാം. പണ്ട് വളരെ വളരെ എന്താ ഒരു കഥ തന്നെ ഉണ്ട് അങ്ങനെ. അതായത് ഒരാൾക്കൊരു പെട്ടി കൊടുക്കും, പെട്ടി, നല്ലൊരു പെട്ടി, വളരെ ഗംഭീരമായിട്ടുള്ള പണിതിട്ടുള്ള ഒരു പെട്ടി, വളരെ രസകരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ അതിലുണ്ട്. അത് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിനോട് പറയും, ഒരു രാജാവിനാ കൊടുത്തിട്ട് പറയും, ഇത് 5000 ചില്ലാനും വർഷം പഴക്കമുള്ളതാണ് ഈ പെട്ടി, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ കാത്തു സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം എന്നാണെങ്കിലോ, ഇത് വീട്ടിൽ വെച്ചോളൂ, വളരെ നല്ലതാണ്, പക്ഷേ കിഴക്ക് ഭാഗത്തേക്ക് ഇതിന്റെ മുഖം വെക്കണം, കിഴക്ക് ഭാഗത്തേക്ക്, കിഴക്കിന് അഭിമുഖമായിക്കൊണ്ട് വെക്കണം. നല്ലൊരു പെട്ടിയാണ്. അപ്പൊ അയാൾ കൊണ്ടുപോയിട്ട് കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുവച്ചു. വെച്ച സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഇതിങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് നിൽക്കുന്നുണ്ട്, ബാക്കിയെല്ലാം വടക്കോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ഓർഡറില്ല, വീട് കാണാൻ തന്നെ ഒരു രസമില്ല എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പെട്ടിക്ക് കണക്കായിട്ട് മുറിയെ സംവിധാനം ചെയ്തു. മുറിയിലെ ഫർണിച്ചറുകളൊക്കെ മാറ്റി നിരത്തി വെച്ചു. അപ്പോഴും ശരിയാവുന്നില്ല. അപ്പൊ മുറി ശരിയാവുന്നില്ല, മുറി വീടുമായിട്ട് ചേരുന്നില്ല. പിന്നെ മുറി മാറ്റി നോക്കി, പിന്നെ മൊത്തം കൊട്ടാരം തന്നെ മാറ്റി ഇതിനു വേണ്ടി. അങ്ങനെ നോക്കിയപ്പോണ്ട് പൂന്തോട്ടം ശരിയാവുന്നില്ല. പൂന്തോട്ടം മാറ്റാൻ നേരത്തെ അദ്ദേഹം ആലോചിച്ചു, പൂന്തോട്ടം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അയൽക്കാരൻ മാച്ച് ചെയ്യുന്നില്ല എന്ന്. അയൽക്കാരന്റെ പറമ്പിൽ കൈവയ്ക്കാൻ ഏതായാലും ഇദ്ദേഹത്തിന് പറ്റില്ല. പെട്ടി തന്ന ആളെ ഒട്ടനെ വിളിപ്പിച്ചു, ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകണമെന്ന് പറയും. എന്താ കാര്യം? കാരണം ഞാനിത് ഈ പെട്ടി കാരണം ആകെ പ്രശ്നങ്ങളാണ്, ഞാനിതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാറ്റാൻ ശ്രമം നടത്തും. ഇല്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അയൽക്കാരനെ മാറ്റാൻ പറ്റില്ല. അയൽക്കാരനെ ഇനി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ദേശത്തെ മാറ്റേണ്ടി വരും, ദേശത്തെ മാറ്റിയാൽ രാജ്യത്തെ മാറ്റേണ്ടി വരും, അതുകൊണ്ട് ഈ പരിപാടി നടക്കും എന്ന് തോന്നുന്നില്ല. അപ്പൊ ഈ കൊടുത്ത ആള് പറഞ്ഞു, ഈ സന്ദേശം ആ പെട്ടിക്ക് അകത്തുണ്ട്. അത് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഈ പരിപാടി തന്നെ വേണ്ടായിരുന്നു വയ്ക്കാം. പക്ഷെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ. നമ്മളെ മകന് അല്ലെങ്കിൽ മകൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞു, അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടായി, ഉടനെ പോവുകയും അവന്റെ ജാതകം എടുത്തിട്ട്. അപ്പൊ മൂപ്പര് പറയും, ഇപ്പൊ കുട്ടിക്ക് കണ്ടക ശനിയാണ്, ആ ശനിയാണ്, ഈ വെള്ളിയാണ്, ആ ഞായറാണ്, പിന്നെ അതിന്റെ പ്രതിവിധിയായി അതായി ഇതായി അല്ല. ഇങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളിൽ നമ്മളിങ്ങനെ വിട്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ പുറത്തേക്ക് വരും. കുറച്ചുകൂടെ ഇതിലൊക്കെ ശ്രദ്ധിക്കും. അവന്റെ ശനി ഞായറും നിങ്ങൾ അധികം നോക്കാൻ വേണ്ട. അവന്റെ ശനി ഞായറും ഒക്കെ അവനറിയാം, അല്ലെങ്കിൽ അവൾക്കറിയാം. നമ്മൾ ടി വിയിൽ ഒരു ഇത് കേട്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ കണ്ടത് പറയുകയാണ് സ്വാമി.
ഒരു വളരെ ചെറിയൊരു സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്ന, അല്ല, കേരളത്തിന്റെ ഏതോ ഭാഗത്തു നിന്നാണ് ഈ അച്ഛൻ വിളിക്കുന്നത്. അറിയേണ്ടത് മകന്റെ കാര്യം. മകൻ എന്ത് ചെയ്യണു? പഠിക്കണു. എവിടെയാണ് അവൻ പഠിക്കുന്നത്? ബാംഗ്ലൂരിൽ. ഇപ്പം വളരെ മോശമാണല്ലോ സമയം. അതെ, ഒരച്ഛന്റെ ആ ഒരു എന്താ പറയാ തേങ്ങലൊക്കെ കേൾക്കാം ശരിക്കും. കൂട്ടുകാരെയൊക്കെ വളരെ സൂക്ഷിക്കണം. ഓഹോ, ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? കൂട്ടുകാരുടെ കൂടെയാ. ബൈക്ക് ഇങ്ങനെയുള്ളതൊന്നും മേടിച്ചു കൊടുക്കുകയോ വേണ്ട. വളരെ അപകടം പിടിച്ച സമയം. ഓ ശരി 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 ആവാം. അപ്പൊ ഒന്ന് ഞാൻ ഉടനെ പോകാം അവന്റെ അടുത്ത്, അല്ലേ? പോയിക്കോളൂ. നോക്കണം. ഇതൊരു തെറ്റായ സൂചനയാണ്. കൂട്ടുകാർ മോശം എന്ന് പറയാൻ ഇവിടെ ഒരു ജ്യോത്സ്യനും അധികാരമില്ല. ഓർമ്മയിരിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് ഇതാണുള്ളത്? കൂട്ടുകാരന് അവൻ കാണുന്ന, അല്ലെങ്കിൽ ഈ അച്ഛൻ എന്ത് ഇതിൽ ഇനി ഇരിക്കുക അവിടെ? ഇയാൾക്ക് കിടന്ന ഉറക്കം വരുമോ? അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട, അവനെ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ അവനെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കാനുള്ള കേന്ദ്രങ്ങളായിരിക്കും അത്. അവിടെയൊക്കെ ചൂണ്ടിയിട്ട് പറയും ഇവരെയൊക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് ബൈക്ക് മേടിച്ചു കൊടുക്കുകയോ വേണ്ട. കുട്ടിയുടെ സമയമായിട്ടുണ്ട് ഈ ബൈക്ക് വേറെ ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ അതൊന്നും നിങ്ങൾ ഉടനെ എന്നാൽ ശരി. ഇനിയിപ്പോ അടുത്ത് ആ വീട്ടിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് സ്വാമിക്കും നിങ്ങൾക്കും ഒക്കെ ചോദിച്ചാൽ അറിയാം. എത്രയും പെട്ടെന്ന് അദ്ദേഹം പെട്ടിയും തൂക്കി മോന്റെ അടുത്തേക്ക് ചെല്ലും. മോനെ, പിന്നെ അപ്പം ഈ കൂട്ടുകാരെയൊക്കെ കാണുകയും ചെയ്യും. ആ കൂട്ടുകാരെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അച്ഛൻ അവരെ നോക്കുക? ഇവരൊക്കെയാണല്ലോ എങ്ങനെയൊക്കെ, ഇയാളെന്ത് ചെയ്യുന്നു? ഇവരൊക്കെ എന്റെ മോനെ കൊല്ലാൻ വന്നവര്, അല്ലെങ്കിൽ അപ്പൊ നിന്റെ സമയം തീരെ ശരിയില്ല. അവനോട് പറയുക തീരെ ശരിയില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, പൂജ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കർമ്മയുള്ളൂ, അവരെ സ്നേഹിക്കുക എന്നുള്ളത്. അതിനൊരു ഉപേക്ഷയില്ലാതെ വാരിക്കോരി അങ്ങോട്ട് സ്നേഹിക്കുക. വാരിക്കോരി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാരിക്കോരി സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക എന്നല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തും. കുറച്ചുകൂടെ ജാഗ്രതയുള്ളവരാകും. ജ്യോതിഷം എന്ന വിഷയം വേറെയാണ്. അതിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യത്തിന് അവൻ ഹോസ്റ്റലിൽ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതിന് അവൻ അവിടെ താമസിക്കണം. ഇവിടെ താമസിക്കുകയാണെങ്കിലും നമുക്ക് സാമാന്യം നാം പുലർത്തേണ്ടുന്ന മര്യാദകളും നിയമങ്ങളും ജീവിതത്തിൽ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പം സമൂഹത്തിലെ വ്യക്തി എന്ന നിലയിൽ ഏതൊരാളും ആചരിക്കേണ്ടുന്ന അനുഷ്ഠിക്കേണ്ടുന്ന ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നാം അനുഷ്ഠിച്ച് ആചരിച്ച് നാം അവർക്ക് പകർന്നു കൊടുക്കണം. അതെവിടെയാണെങ്കിലും കുട്ടികൾ അത് ചെയ്യും. പിന്നെ അവരെ സംശയിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ നമ്മൾ വിത്തിട്ട് കൊടുക്കണം. ഇതിട്ട് കൊടുത്താലേ ഇത് ബാംഗ്ലൂരല്ല, കർണാടകയല്ല, കന്നഡയല്ല, എവിടെ പോയാലും കുഴപ്പമില്ല. അമേരിക്ക പോയാലും നിങ്ങൾ പേടിക്കേണ്ട. ഇവൻ സാഹിബിനെയായിട്ട് അദാമിയായിട്ട് വരുന്നാ തോന്നുന്നത്. ഒന്നും വേണ്ട. അവൻ കുറേയും കൂടെ നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം അവൻ അവിടെ വെച്ചറിയും. പൂർവാഭ്യാസേന ഇത് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതാ. ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മളിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മളിതിനെ പകർന്നു നൽകണം. നമുക്ക് കിട്ടിയത് തന്നെയാണ് നാം കൊണ്ടുവരുന്നത് എന്ന് പറയാം. തുടർന്ന് ഭഗവാൻ പറയുന്നു, പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. പ്രയത്നാത് യതമാനഃ തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതഃ യാതി പരാം ഗതിം. പ്രയത്നാത്, പ്രയത്നം ഹേതുവായി, ആ പരിശ്രമം ഹേതുവായി, യതമാനഃ യത്നിക്കുന്ന, അഭ്യാസം ചെയ്യുന്ന, യോഗിഹി തു യോഗിയാകട്ടെ. അവനിൽ എന്തുണ്ട്? ഒരു പ്രയത്നമുണ്ട് എന്ന് പറയാം. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിനായി അവൻ തിരഞ്ഞെടുത്ത മാർഗത്തോട് അവൻ അങ്ങേയറ്റം നീതി പുലർത്തിക്കൊണ്ട് മുന്നേറുന്നു. അവനെ പറ്റിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ സംശുദ്ധ കിൽബിഷഃ, എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി, അനേക ജന്മ സംസിദ്ധ,
അനേക ജന്മം, പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആ അനേക ജന്മ സംസിദ്ധ, പല ജന്മങ്ങളിലൂടെ സിദ്ധിക്കേണ്ടുന്ന പരാം ഗതിം യാതി, പരമമായ ഗതിയെ പ്രാപിക്കുന്നു. അപ്പൊ ഈ മോക്ഷം എന്നതിന് ഇവിടെ ഭഗവാൻ ഒരുപാട് ജന്മങ്ങളിലൂടെ കയറിയിറങ്ങി പോകുന്ന ഒരു കാര്യത്തെ പറയുന്നുണ്ട്. ഇതിനെ പല പ്രകാരത്തിൽ നമുക്ക് നോക്കിക്കാണാം. പല പ്രകാരം എന്ന് പറഞ്ഞാൽ തത്വവിചാരത്തിന് വിധേയമാക്കുമ്പോൾ, അതായത് ജന്മം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. അതാണ് ലോകം എന്നുള്ളത് അനുഭവ മണ്ഡലത്തെയാണ്. ലോക്യതേ ഭുജ്യതേ ഇതി ലോകഃ എന്ന് പറയും. അപ്പൊ പല അനുഭവ മണ്ഡലങ്ങളിൽ നാം ജനിച്ചും മരിച്ചും ഇരിക്കും. അപ്പൊ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം നാം ഈ സത്യം അറിയാൻ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓ ഇനി എത്ര ജന്മമുണ്ട് എന്ന്. കേട്ടിട്ടില്ലേ നിങ്ങൾ രണ്ടുപേരുടെ കഥ? രണ്ടുപേര് ആൽച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ഭഗവാൻ വന്ന് ചോദിക്കും, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്. രണ്ടുപേരും പറയും, മോക്ഷം എന്നാന്ന് അറിയണമെന്നുണ്ട് എന്ന്. അപ്പൊ പറയും, ഈ വൃക്ഷത്തിലെ ഇല എണ്ണുക, എത്ര വർഷമുണ്ടോ, എത്ര ഇലയുണ്ടോ അത്ര വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അത് കേട്ട ഉടനെ ഒരുത്തൻ വീണു. വൃക്ഷത്തെ നോക്കിയിട്ട് അയാൾ വീണു. മറ്റവൻ സന്തോഷമായി. കാരണം എന്താ? ഇത് എണ്ണാവുന്നതാണ്, ഇത് തിട്ടപ്പെടുത്താവുന്നതാണ്. ഇന്ന് ഞാൻ വിചാരിച്ചാൽ ഇത് എണ്ണാൻ പറ്റും. എന്നാ എനിക്ക് ഉറപ്പായല്ലോ ഇത്ര കഴിഞ്ഞാൽ ഉണ്ട് എന്ന്. ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഇത്ര കഴിഞ്ഞാൽ മോക്ഷം അങ്ങനെയല്ല, അതിന്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു തീരുമാനത്തിന്റെ ഒരു ദൃഢതയുണ്ടല്ലോ, അതാണ് ആവശ്യം എന്ന് പറയുന്നത്. പ്രയത്നം എന്ന് പറയുമ്പോൾ അതിനെയാണ്. സംശുദ്ധ കൽബിഷ അനേക ജന്മ സംസിദ്ധ യതഃ, ആ യത്നിക്കുന്ന അവൻ അതിൽ നിന്ന് അനന്തരം തതഃ പരാം ഗതിം യാതി, പരമമായ ഗതിയെ പ്രാപിക്കുന്നു. സംശയമില്ല, സന്തോഷമായിട്ട് കഴിയണമെന്ന് പറയാം. ഇനി പരമമായ ഗതിയിലേക്ക് കാലെടുത്ത് വെച്ചവന് ഇത് ഇന്ന വർഷം കിട്ടുന്നൊന്നും അങ്ങനെ ഒരു ചിന്തയുണ്ടാവില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി, പോട്ടെ. എന്തായാലും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഇത് അന്വേഷണം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയാം. അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി ഇങ്ങനെ പറഞ്ഞത്, അന്വേഷിക്കാത്തടത്തോളം കാലം ഒരു കാലത്തും കിട്ടില്ല, അന്വേഷിച്ചാൽ കിട്ടാനും പോണില്ല. മതി ഇല്ലേ? അന്വേഷിച്ചാൽ കിട്ടാനും പോണില്ല, അന്വേഷിക്കാത്തടത്തോളം കാലം ഒരിക്കലും അതിൽ എത്തിച്ചേരാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു നിൽപ്പുണ്ടല്ലോ, അത് തന്നെ, അത് അതിലാണ്. തുടർന്ന് തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ്യോഗി ഭവാർജുന. ഭഗവാൻ ഇവിടെ ഈ അധ്യായത്തെ ഉപസംഹരിക്കുന്നു. അതുകൊണ്ട് അർജുന, തസ്മാത് യോഗി ഭവ, നീ യോഗിയായിത്തീരൂ. നീ ഒരു യോദ്ധാവല്ല ആകേണ്ടത്, നീ യോഗിയായി തീരൂ. യോഗി തപസ്സിഭ്യഃ അധികഃ, യോഗി തപസ്വികളെക്കാൾ മുകളിലാണ്, അധിക എന്താ പറയാ, ശ്രേഷ്ഠനാണ്. അധികഃ ജ്ഞാനിഭ്യഃ അപി, അവൻ ജ്ഞാനികളെക്കാൾ അധികഃ ശ്രേഷ്ഠനാണ്. യോഗി കർമ്മിഭ്യഃ, യോഗി കർമ്മങ്ങളെക്കാളും അധികഃ ശ്രേഷ്ഠനാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് എന്റെ അഭിപ്രായമാണ്. മേ മതഃ, ഇതെന്റെ അഭിപ്രായം. ഭഗവാന്റെ അഭിപ്രായം എന്താണ്? ജ്ഞാനിയേക്കാൾ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠം യോഗിയാണ്. യോഗി എന്ന് പറഞ്ഞാൽ ചേർന്നവൻ എന്നാണ്, അതുമായി ചേർന്നവൻ. തസ്മാത്, അതുകൊണ്ട് അർജുന യോഗി ഭവ, നീ ഒരു യോഗിയായിത്തീരൂ. നമ്മളോടൊക്കെ ഭഗവാന് പറയാനുള്ളത്, വളരെ പ്രേമപൂർവം പറയാനുള്ളത്, തസ്മാത് യോഗി ഭവ, യോഗിയായിത്തീരൂ. നിങ്ങൾ യോഗിയാണ്, നിങ്ങൾക്ക് യോഗമാണ് നമ്മുടെ ലക്ഷ്യം. അതായത് സന്യാസത്തിലാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. പറയുന്നത് ഈ ഉൾക്കൊണ്ടതുമായി താതാത്മ്യം പ്രാപിച്ച്
സ്വജീവിതത്തില്, ജീവിത വ്യാപാരങ്ങളില് അനുഷ്ഠിക്കുന്ന ഒരുവനായി തീരൂ. അതാണ് എനിക്ക് താല്പര്യം. അല്ലാതെ നീ ജ്ഞാനി എന്ന ഒരു വലിയൊരു ബുദ്ധിരാക്ഷസൻ അല്ലേ, അത് ആ പ്രയോഗം തന്നെ ശരിയല്ല. അതിൽ രാക്ഷസീയത ഇല്ല എന്ന് പറയാം. അങ്ങനെ ആയിത്തീരാതെ നീ എന്താണ്, നീ ഇതായിത്തീരൂ. നിന്നിൽ എപ്പോഴും അറിവും കർമ്മത്തിലും ഒക്കെ ഒരു ചേർച്ച ഉണ്ടായിരിക്കട്ടെ. അതിന്റെ സമന്വയമായി ഭവിക്കൂ അർജുന. എനിക്കതാണ് താല്പര്യം എന്ന് പറയാം. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ, അങ്ങനെയുള്ള യോഗിയുടെ കാര്യം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹം വഹാമീന. കൗശിക ബ്രഹ്മചാരിയുടെ കഥ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. കൗശികൻ എന്ന ബ്രഹ്മചാരി ആശ്രമത്തിൽ നിന്ന് സന്ധ്യാവന്ദനത്തിനായിട്ട് തീർത്ഥ ഘട്ടത്തിലേക്ക് വന്ന് അവിടുന്ന് ഗായത്രി ചൊല്ലിക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് കാക്ക കാഷ്ടിച്ചു എന്നാ. ദേഷ്യം വന്നു അയക്കും. ദേഷ്യത്തോടു കൂടി നോക്കിയപ്പം കാക്ക കത്തി വീണു. കാക്ക അയാളുടെ ദേഷ്യം നോക്കിയ സമയത്ത് കാക്കയുടെ ജീവൻ തന്നെ പോയി. അപ്പൊ അയാൾക്ക് തോന്നി തരക്കേടില്ലല്ലോ ഞാൻ എന്ന്. ആദ്യമായിട്ട് തന്റെ കഴിവ് അറിഞ്ഞത് അപ്പോഴായിരുന്നു. സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞു. പിന്നെ ഭിക്ഷ എടുക്കണം. ഭിക്ഷ എടുത്ത് ഇരിക്കണം. അങ്ങനെ ഒരു വീട്ടിലേക്ക് പോയിട്ട് ഭവതി ഭിക്ഷാം ദേഹി. അവിടെ ഒരു അമ്മയുണ്ട്. ദാ വരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു ഭവതി ഭിക്ഷാം ദേഹി. കുറച്ച് കനത്തിലായിരുന്നു. 3 പ്രാവശ്യം ചോദിക്കാം, കിട്ടിയില്ലേ തിരിച്ചു പോവാന്നാ വിധി. മൂന്നാമത്തത് കുറച്ചുകൂടെ ശബ്ദത്തിലായപ്പം ആ അമ്മ പറഞ്ഞു, പിന്നെ ഞാൻ ആ കാക്കയല്ല, അധികം ദേഷ്യം, എന്താ പറയാ, അധികം ശബ്ദം ഇവിടെ എടുക്കണ്ട. അപ്പൊ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നാ. ഓ, കാക്കയുടെ ഇപ്പൊ തൊട്ട് മുമ്പ് നടന്ന കാര്യം എങ്ങനെ ഈ അമ്മ അറിഞ്ഞു എന്ന്. പിന്നെ അവര് വന്ന് എന്തോ ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാഭാവം കാക്കയെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് മോനെ എന്നൊക്കെ പറഞ്ഞപ്പോ അവന് സംശയമായി. നിനക്ക് എന്തെങ്കിലും അധികം അറിയാനുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഇറച്ചി വെട്ടുകാരനുണ്ട്, അവനോട് പോയി ചോദിക്കാൻ. അപ്പൊ അവിടെ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്ന പേര് സ്വാമി ഓർക്കുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും, മനസ്സിൽ വെച്ചോളൂ, പറയണ്ട. അതെ, അവൻ പറഞ്ഞു പാവം കാക്ക വെട്ടിക്കൊണ്ട്. പിന്നെ എന്തൊക്കെയാ വിശേഷം? ആ അമ്മയുടെ അടുത്ത് നിന്ന് എന്താ കിട്ടിയത് കഴിക്കാൻ? ആ, എന്താ വേണ്ടത് ചോദിച്ചോളൂ, പറയാം എന്നായി. അപ്പോഴാണ് അവന് പഠനവും പഠിച്ചതും, ഞാൻ എന്തെന്നാണോ ആശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പഠിച്ച വിദ്യയെ മുഴുവൻ സ്വായത്തമാക്കി ഞാൻ നേടിയതെല്ലാം നേടിയിട്ടുള്ള കർമ്മനിരതരായിട്ടുള്ള ഒരു ജനതയെ താൻ പുതുതായി കാണുന്നത്. അവരൊക്കെ യോഗിയായിട്ടാണ് പൂർവികന്മാർ അവരുടെയൊക്കെ കഥ പറയുന്നത്. ഭർത്താവിനെ പരിരക്ഷിക്കുന്ന, ശുശ്രൂഷിക്കുന്ന യോഗിനിയമ്മ, ഇറച്ചി വെട്ടുന്ന യോഗി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, തസ്മാത് യോഗീ ഭവ. അറിഞ്ഞതും കേട്ടതും കരചരണങ്ങളിലേക്ക് ആവാഹിച്ച് അത് പുറത്തേക്ക് വരട്ടെ എന്ന് പറയാം. അതിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആരായി? യോഗിയെ. നാം ഗീതാശാസ്ത്രമായിരിക്കണം. അതുകൊണ്ട് സ്വാമി ഇവിടെ അവസാന ഏകദേശം നമ്മൾ 18-ാം അധ്യായത്തിന്റെ ഒരു ഭാഗത്തെത്തുമ്പോൾ കരന്യാസം പഠിക്കും. കരന്യാസം എന്ന് പറഞ്ഞാൽ കരത്തിലേക്ക് ന്യസിക്കുക, ആവാഹിക്കുക. ഗീതയിലെ ഓരോരോ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് നാം ഗീത ആയിത്തീരുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഗീത ആരാന്ന് വെച്ചാൽ ഞാനാണ് ഗീത. അത് പേരിട്ടിട്ടുണ്ട്, അത് വേറെ. ഞാൻ ഗീതയാവുക. ഞാൻ ഓരോന്നിനെ ഓരോ സ്ഥലത്ത് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഞാൻ തന്നെ അതായി മാറുക. അപ്പൊ ഞാൻ ആരായി? യോഗിയായി. നമുക്ക് ആ യോഗിയാവുന്ന പരിപാടി നമുക്ക് 18-ാം അധ്യായം എത്തട്ടെ, ആ സമയത്ത് പഠിക്കാം. തുടർന്ന് ഭഗവാൻ പറയണു, യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാൻ സമേ യുക്തതമോ മതഃ. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായഃ. യോഗിനാം അപി സർവേഷാം മത്
മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യഹ മാം സ മേ യുക്തതമഃ മതഃ മേ മതഃ. യഹ യഹ യാതൊരുവൻ മദ്ഗതേന മദ്ഗതേന എന്നെ പ്രാപിച്ച, എന്നെ എന്ന് പറയുമ്പം എന്നിലെ എന്നെ, ആ മാറ്റങ്ങൾക്കൊന്നും വിധേയമല്ലാത്ത സത് ആയിരിക്കുന്ന എന്നെ. എന്താണ് സത്? കാലത്രയേപി തിഷ്ഠതി യത് തത് സത്. മൂന്ന് കാലത്തും എന്നെ സംബന്ധിക്കുന്ന മൂന്ന് കാലം എന്താണ്? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങളെ ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഞാൻ, മാറാത്ത ആ ഞാൻ, അതിനെ പ്രാപിച്ചിട്ടുള്ള അന്തരാത്മന, അന്തരാത്മാവോടുകൂടി ശ്രദ്ധാവാൻ, അങ്ങേയറ്റത്തെ ശ്രദ്ധാലുവായിട്ടുള്ള സമർപ്പിതനായ, മാം ഭജതേ, എന്നെ ഭജിക്കുന്നുവോ. ആ ഒരു ശ്രദ്ധയോടുകൂടി ആരാണ് എന്നെ ഭജിക്കുന്നത്? സഹ, അവൻ, സർവേഷാം യോഗിനാം അപി, ആഹാ, സർവേഷാം എല്ലാ യോഗികളിലും വെച്ച്, യോഗിനാം അപി സർവയോഗികളെക്കാൾ യുക്തതമ ഇതി മേ മതഃ, അവൻ ശ്രേഷ്ഠനാണ് എന്നതത്രേ എന്റെ അഭിപ്രായം. മൂന്ന് കാലത്തും എന്നെ സംബന്ധിക്കുന്ന മൂന്ന് കാലം എന്താണ്? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങളെ ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഞാൻ, മാറാത്ത ആ ഞാൻ, അതിനെ പ്രാപിച്ചിട്ടുള്ള അന്തരാത്മന, അന്തരാത്മാവോടുകൂടി ശ്രദ്ധാവാൻ, അങ്ങേയറ്റത്തെ ശ്രദ്ധാലുവായിട്ടുള്ള സമർപ്പിതനായ, മാം ഭജതേ, എന്നെ ഭജിക്കുന്നുവോ. ആ ഒരു ശ്രദ്ധയോടുകൂടി ആരാണ് എന്നെ ഭജിക്കുന്നത്? സഹ, അവൻ, സർവേഷാം യോഗിനാം അപി, ആഹാ, സർവേഷാം എല്ലാ യോഗികളിലും വെച്ച്, യോഗിനാം അപി സർവയോഗികളെക്കാൾ യുക്തതമ ഇതി മേ മതഃ, അവൻ ശ്രേഷ്ഠനാണ് എന്നതത്രേ എന്റെ അഭിപ്രായം. അപ്പൊ യോഗിനാം അപി തത് യോഗി, യോഗികളുടെ യോഗി, മഹായോഗി ആരാണ്? പൂർണ്ണമായ സമർപ്പണം ചെയ്തിട്ടുള്ളവൻ, ഭഗവാന് ശ്രദ്ധയോടുകൂടിയിട്ട്, അങ്ങാണ് എന്റെ എല്ലാം. ഇതൊക്കെ പറയുമ്പോഴേ അഹങ്കാരാണെന്നൊക്കെ തോന്നും. സർവധർമാൻ പരിത്യജ്യൊക്കെ പറയുന്നത് അവിടെയാണ്. ഇത് പറഞ്ഞവരെയൊക്കെ ലോക അഹങ്കാരികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ക്രിസ്തുദേവന് ഇത് പറഞ്ഞപ്പം മറ്റുള്ളവർ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാകുന്നു പിതാവ്. ഇങ്ങൊരു വലിയ അഹങ്കാരിയാണെന്ന് അന്നുള്ളവർ പറഞ്ഞു. ഞാനാണ് വഴി, എന്നിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഞാനാണ് വഴി എന്ന് പറയുമ്പം അത് ഞാൻ തന്നെയാണല്ല. ഇത് അഹങ്കാരത്തിന്റെ വാക്കുകളല്ല എന്ന് പറയും. ഇനിയോ ഇതാണ് സത്യം. അതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് അവസാനം. നമ്മൾ അവസാനം തന്നെ കാണാമെന്ന് പറയാം. അപ്പൊ യോഗികൾക്ക് മുകളിൽ വിരാജിക്കുന്ന മഹായോഗി, എല്ലാറ്റിനെയും പരിത്യജിച്ച് അതിലേക്ക് സമർപ്പിതനായിട്ടുള്ളവൻ, സമ്പൂർണ്ണ സമർപ്പണം. ഇത് പറഞ്ഞുകൊണ്ട് ത്വം പദ നിരൂപണം ഇവിടെ അവസാനിക്കുകയാണ് 6-ാം അധ്യായത്തിൽ. ഇനി അടുത്ത 6 അധ്യായങ്ങള് തത്പദത്തെക്കുറിച്ച് പറയുന്നതാ. ത്വംപദം അശോച്യാൻ അന്വശോചഃ ത്വം. ത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വയിപ്പിക്കുമ്പം ആ ശ്ലോകം തുടങ്ങുന്നത്. ത്വം അശോച്യാൻ അന്വശോചഃ പ്രജ്ഞാവാദാഞ്ച ഭാഷസേ. നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് അർജുന ദുഃഖിക്കുന്നു, എന്നിട്ടോ അറിവുള്ളവരെ പോലെ നീ സംസാരിക്കുന്നു. ഇത് നടപ്പില്ലാത്ത കാര്യമാണ് കുട്ടിയെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ ആരാണ്? നീ നിനക്ക് ദുഃഖിക്കേണ്ട അവകാശമില്ല. നീ ദുഃഖിക്കാൻ പാടില്ലാത്തവനാണ്. അതുകൊണ്ട് നീ ആര്? ആ ത്വം പദത്തെ വിസ്തരിച്ച് 6 അധ്യായം കൊണ്ട് പറഞ്ഞു. ഇനി 7 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ തത്പദത്തെക്കുറിച്ച്, തത്പദാർത്ഥ വിവരണമാണ്, അതിന്റെ നിരൂപണമാണ്.
തത്വമസി. തത്വമസി എവിടെ വരുന്നു, എങ്ങനെ വരുന്നു, എപ്പം വരുന്നു എന്നൊക്കെ പറയാം. വരാൻ പോകുന്നുണ്ട്, നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.